അച്ഛന്മാർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എക്സാം ഒക്കെ അടുക്കാറായി. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ പഠിക്കാം. അതായത് വളരെ അഗാധമായ തിയറിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് 100% എക്സാം ഓറിയന്റഡ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കണം. ഒരു പ്രോബ്ലം പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രോബ്ലം മുഴുവൻ അതിൻ്റെതായ വൃത്തിയിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ പഠിക്കുന്ന അത്രയും വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരേ ഒരു സൊല്യൂഷൻ. മാർക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് പഠിക്കുന്നത് അത്രയും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ആ രീതിയിൽ കൂടെ തന്നെ നമ്മൾ പഠിക്കണം. അത്രയും കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ കാണണം. സോ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനലൈസിസ്, അതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അത് നമുക്ക് എക്സാം അടുക്കുന്ന സമയത്ത് നോക്കിയാലും മതി. പക്ഷേ കോംപ്ലക്സ് അനലൈസിസ് നമ്മൾ ആദ്യമേ തൊട്ട് നോക്കി വെക്കണം. അത് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സാധനമാണ് കോംപ്ലക്സ് അനലൈസിസ്. സോ അപ്പം കോംപ്ലക്സ് അനലൈസിസ് ആണ് തുടങ്ങുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കോംപ്ലക്സ് അനലൈസിസ് ശ്രദ്ധിക്കണേ. CA ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനലൈസിസ്. ഇപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ +1 നമുക്ക് പഠിക്കാനുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതിന്റെ ബേസിക്കുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കുകയാണെങ്കിൽ അറിയാം. ആദ്യമേ തന്നെ എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ്. ആർഗ്യുമെന്റ് എന്താണ്, മോഡുലസ് എന്താണ്, കോൺജുഗേറ്റ് എന്താണ്, അതെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ കൺസെപ്റ്റ് വളരെയധികം ആവശ്യമാണ്. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, എന്താണ് ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, എന്താണ് കോൺജുഗേറ്റ്, ഇതെല്ലാം നമുക്ക് വളരെ ആവശ്യമാണ്. എന്താണ് പോളാർ ഫോം. അപ്പൊ അതിന്റെ ഒരു ബേസിക് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് കിട്ടും. പക്ഷേ ബിടെക്കിന് നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലക്സ് നമ്പർ അല്ല, കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ. സോ എനി കോംപ്ലക്സ് ഫംഗ്ഷൻ f of x, any complex function f of x can be expressed as u of xy so plus I into v of xy. any complex function നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ u plus i ഓർത്താൽ മതി. u x-ലും y-ലുള്ളതായിരിക്കും, v x-ലും y-ലുള്ളതായിരിക്കും. സോ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ w എന്നുള്ള ലെറ്റർ കൊണ്ടാണ് f of x നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ നൊട്ടേഷൻസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. w is equal to f of x is equal to u plus iv. ഇത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. w is equal to f of x is equal to u plus iv. അതായത് യു വി പ്ലെയിൻ, xy പ്ലെയിൻ ഉണ്ട്, യു വി പ്ലെയിൻ ഉണ്ട്. അടുത്ത കൺഫോർമൽ മാപ്പിംഗ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന്റേതായ രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ അതൊക്കെ. സോ w is equal to f of x is equal to u plus iv. ശ്രദ്ധിക്കണം, ഈ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണം. പിന്നെ അടുത്ത ഓർത്ത് വെക്കേണ്ടതാണ് x is equal to x plus iy. അതാണ് നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ ജനറൽ നൊട്ടേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. x is equal to x plus iy. സോ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. f of x എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? u of xy plus i into v of xy. സോ അവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് w എന്നാണ് അതിന്റെ നൊട്ടേഷൻ. w is equal to f of x is equal to u plus iv, x is equal to x plus iy. ഞാൻ നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കുകയാണ്. പ്രോബ്ലംസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രോബ്ലം പഠിക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട തിയറീസും പഠിക്കാം. അതായത് 100% എക്സാം ഓറിയന്റഡ് ആയിട്ട്. കൂടുതൽ തിയറി ഒന്നും ഞാൻ വലിച്ചുവാരി പറയുന്നില്ല. എക്സാമിന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരേണ്ടത്, അത് ഓറിയന്റഡ് ആയിട്ട് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. സോ നമുക്ക് ആ രീതിയിൽ കൂടെ തന്നെ നോക്കാം. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ w is equal to sin x is analytic everywhere. അനലൈറ്റിക്. അപ്പൊ ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ആദ്യമേ തന്നെ അതിലെ ഫസ്റ്റ് കണ്ടീഷൻ കോഷി റെയ്മാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. കോഷി റെയ്മാൻ ഇക്വേഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ഹൃദയ ഭാഗം അഥവാ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? കോഷി റെയ്മാൻ ആണ്. കോഷിയും റെയ്മാനും തമ്മിലുള്ള ആ കോഷി റെയ്മാൻ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബിടെക്കിൽ എല്ലാ സെമസ്റ്ററുകളിലും വിടാതെ പിന്തുടരുന്ന ഒരാളാണ് കോശിയാണ്. മിക്ക സെമസ്റ്ററുകൾ നോക്കിയാലും പുള്ളിക്കാരൻ കാണും. സോ കോഷി റെയ്മാൻ ഇക്വേഷൻ ശ്രദ്ധിക്കണേ. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ux is equal to vy and uy is equal to minus vx. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ഓൾറെഡി കാൽക്കുലസിനകത്ത് പഠിച്ചതാണ്. ശ്രദ്ധിക്കണേ, ux is equal to vy എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതേണ്ടി വരുന്ന സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ux എന്ന് പറയുന്നത് ഡോ by ഡോ x, uy എന്ന് പറയുന്നത് ഡോ v by ഡോ y. സോ ഡോ by ഡോ x, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു y ക്ക് ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഡോ by ഡോ y is equal to minus ഡോ v by ഡോ x.
പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ നെഗറ്റീവിന് ഈക്വൽ ആയിരിക്കണം, അതായത് മൈനസ് ഓഫ്. ഇവർ തമ്മിൽ ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, മുകളിലത്തെ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. ഈ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. കാരണം ഈ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ചെയ്ത് തെറ്റിപ്പോയാലും ഈ സംഭവം എഴുതി ബോക്സിനകത്താക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടിക്കോളൂ. കണ്ടോ, ഈ സാധനം കോശി-റീമാൻ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ അനലൈറ്റിക് എന്നൊരു വാക്ക് ക്വസ്റ്റിനെ കാണുവാണെങ്കിൽ ഈ സംഭവം നേരെ അങ്ങ് എഴുതിയിട്ടാണ്. അപ്പൊ അതിന്റെ മാർക്ക് അവിടെ വീണിരിക്കും എന്നുള്ള കാര്യം 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇത്രയും കാര്യം മാത്രം എന്ത് നമ്മൾ ഓർത്തിരുന്നാൽ മതി, കോശി-റീമാൻ ഇക്വേഷനകത്ത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. സോ നമുക്ക് അനലൈറ്റിക് ആണെന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അനലൈറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോശി-റീമാൻ, നമ്മളിപ്പോ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് കോശി-റീമാൻ, CR എന്ന് എഴുതാം. CR ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നും അല്ല, CR. അപ്പൊ കോശി-റീമാൻ എന്തായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കോശി-റീമാൻ ഇക്വേഷൻസ് എന്തായിരിക്കണം, സാറ്റിസ്ഫൈഡ്. സോ ഇത് കറക്റ്റ് ആയിരിക്കണം, ഇങ്ങനെ കിട്ടണം നമുക്ക്. അപ്പൊ അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് അറ്റ് XY ആയിരിക്കണം. ഈ ഫസ്റ്റത്തെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അടുത്ത രണ്ടെണ്ണം ചുമ്മാ എഴുതി വെച്ചാൽ മതി, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഓൾ പാർഷ്യൽ, ഞാൻ PD എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പാർഷ്യൽ ഡെറിവേറ്റീവ്, ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തായിരിക്കണം, എക്സിസ്റ്റ് ആയിരിക്കണം. സോ ഇതെല്ലാം ഉണ്ടായിരിക്കണം, എക്സിസ്റ്റ് ആയിട്ടുള്ള സംഭവം ആയിരിക്കണം. ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ്, ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് X ആൻഡ് Y, അതായത് എക്സും വൈയിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ ആദ്യമത്തെ സംഭവം ഉണ്ടല്ലോ, കോശി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ, ബാക്കി രണ്ടെണ്ണം നമ്മൾ ചുമ്മാ എഴുതി വെച്ചാൽ മതി. പക്ഷെ അത് എഴുതണം, അത് എഴുതിയാലേ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള മാർക്ക് നമുക്ക് വീഴത്തുള്ളൂ. സോ നമുക്ക് നേരെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും നോളജ് വെച്ചുകൊണ്ട് എങ്ങനെ ആൻസർ ചെയ്യാം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇത്രയും നോളജ് വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ ഒരു ഹൃദയഭാഗമാണ്. സോ കോശി-റീമാൻ ഇക്വേഷൻ നമുക്ക് ഒരുപാട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നതാണ്. നിങ്ങൾ ഈ ബോക്സിനകത്ത് കിടക്കുന്ന സംഭവം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നെ അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ കോശി-റീമാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാർമോണിക് ആവണമെന്നുണ്ടെങ്കിൽ കോശി-റീമാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ കൂടെ ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിക്ക എന്തെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, കോശി-റീമാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് നേരെ അനലിറ്റിക് ആണോ അല്ലെന്നൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ W is equal to sin x is analytic everywhere. സോ ഞാൻ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞു. അനലൈറ്റിക് ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, കോശി-റീമാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. സോ അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യനെ അങ്ങോട്ട് നോക്കി എഴുതാം. W is equal to എന്താണ്, W is equal to sin x. ഫസ്റ്റിലെ ഞാൻ നിങ്ങളോട് തിയറി പറഞ്ഞായിരുന്നു. W എന്ന് പറയുന്നത് എന്താണ്, U plus IV. x എന്ന് പറയുന്നത് എന്താണ്, X plus IY. ഇനി അങ്ങോട്ട് 2-3 ചാപ്റ്ററുകളിലേക്ക്, 2-3 മൊഡ്യൂളുകളിലേക്ക് നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് W is equal to U plus IV, x is equal to X plus IY. സോ ഡബ്ല്യൂന് വരെ നമുക്ക് ആരെ കൊടുക്കാം, U plus IV കൊടുക്കാം അല്ലെ. W is equal to U plus IV sin xന് പകരം നമുക്ക് ആരെ കൊടുക്കാം, X plus IY. ക്ലിയർ ആണല്ലോ. സോ U plus IV is equal to sin of A plus B. sin of A plus B നമ്മൾ +1 തൊട്ടേ പഠിക്കുന്നതാണ്. sin of A plus B എന്താ, sin A cos B plus cos A sin B. sin of A plus B is equal to sin A cos B plus cos A sin B. അത് നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ വരും sin A ആരാണ്, X, cos B ആരാണ്, IY. sin A cos B ആയി പ്ലസ് cos A cos X into sin B. sin B എന്ന് പറയുമ്പോൾ ആര് വരും, sin B ആരാണ്, IY. ക്ലിയർ ആണല്ലോ. സോ sin of A plus B നമ്മൾ റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, cos IY. നിങ്ങൾ ഫസ്റ്റ് എടുത്ത സെമസ്റ്ററിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരിക്കും കാൽക്കുലസിനകത്ത്. അതിനകത്ത് പഠിക്കുന്നതാണ് cos IY എന്ന് പറയുന്നത് എന്താണ്, cos IY. cos IY is equal to cos HY. cos IY എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, cos HY കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്താണ് sin IY എന്ന് പറയുന്നത്, sin IY is equal to I into sin HY. cos IY എന്ന് പറയുന്നത് cos HY, sin IY യെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, I into sin HY. ഹൈപ്പർബോളിക് ഫംഗ്ഷനകത്ത് പഠിക്കുന്നതാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് പഠിക്കണം ഇത്. സോ U plus IV is equal to sin X into cos IY. cos IY ക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം, cos HY. ക്ലിയർ ആണല്ലോ. പ്ലസ് cos X into sin IY. sin IY ക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം, I sin
എച്ച് വൈ. ഐ സൈൻ വൈക്ക് വരെ നമ്മൾ ആരെ കൊടുത്തു? ഐ സൈൻ എച്ച് വൈ കൊടുത്തു. ഇതിനെ ഒന്നുകൂടെ ഒന്ന് യു പ്ലസ് ഐ വി ഫോർമാറ്റിലോട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് ക്ലിയർ ആയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ അപ്പൊ എന്തായാലും യു പ്ലസ് ഐ വി ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ ഞാൻ ആദ്യം എഴുതി, കോസ് എക്സ് രണ്ടാമത് എഴുതി, സൈൻ എച്ച് വൈ മൂന്നാമത് എഴുതി. ക്ലിയർ ആണല്ലോ? യു പ്ലസ് ഐ വി ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഇത്രയും സ്റ്റെപ്സ് വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ എങ്ങനെ ഈക്വൽ ആകുന്നത്? രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. സോ ഞാൻ ഇതിന്റെ റിയൽ പാർട്ടുകൾ ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ റിയൽ പാർട്ട് യു, ഇമാജിനറി പാർട്ട് ഐയുടെ കോയിഫിഷ്യന്റ് വി. ഇവിടുത്തെ റിയൽ പാർട്ട് ഇത്രയും പ്ലസ് ഇമാജിനറി പാർട്ട് ഐയുടെ കോയിഫിഷ്യന്റ്. സോ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നമുക്ക് എന്ത് കിട്ടും? യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ അല്ലെ. യു നേരെ ഇയാൾ വരും, വി എന്ന് പറയുന്നത് നേരെ ഐയുടെ കോയിഫിഷ്യന്റ് വരും. വി എന്ന് പറയുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. സോ അപ്പൊ നമുക്ക് യുവും കിട്ടി വിയും കിട്ടി, യുവും വിയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആരെ വെരിഫൈ നോക്കാൻ പറ്റും? കോച്ചി റൈമാൻ ഇക്വേഷൻസ് വെരിഫൈ നോക്കാൻ പറ്റും. സോ അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കോച്ചി റൈമാൻ ഇക്വേഷൻ ഒന്ന് വെരിഫൈ നോക്കാം. നമ്മൾ ലാസ്റ്റ് യുവിലും വിയിലും ആയിരുന്നു എത്തി നിന്നത്. യുവും വിയും ഒന്ന് എടുത്ത് എഴുതി. കോച്ചി റൈമാൻ ഞാൻ സൈഡിലോട്ട് എഴുതിയിട്ടു. ഇതാണ് നമ്മുടെ കോച്ചി റൈമാൻ ഇക്വേഷൻ. ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈക്ക് ഈക്വൽ ആയിരിക്കണം. ഡോ യു ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സിന് ഈക്വൽ ആയിരിക്കണം. ഞാൻ ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാൻ പോവാണ്. ആദ്യമേ തന്നെ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിക്കാം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, എക്സ് മാത്രം. അതായത് സൈൻ എക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ. കോസ് എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്. അപ്പൊ സൈൻ എക്സ് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സൈൻ എക്സ് ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. കോസ് എച്ച് വൈ നമ്മൾ അതുപോലെ അങ്ങ് എഴുതണം. കോസ് എച്ച് വൈ ഒരു മാറ്റവും വരുത്തണ്ട, ഒന്നും ചെയ്യണ്ട, ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ നമ്മൾ എക്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ. സോ ഇനി അടുത്ത കാര്യം കണ്ടുപിടിക്കണം. ഡോ വി ബൈ ഡോ വൈ. വി നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. ഡോ വി ബൈ ഡോ വൈ, വൈ വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺലി. അപ്പൊ വൈ വെച്ച് മാത്രം. കോസ് എക്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്, ഞാൻ കോസ് എക്സ് മാറ്റി നിർത്തി. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എച്ച് വൈ. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് എച്ച് വൈ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ. അത് ജനറൽ ഫംഗ്ഷൻസും ഹൈപ്പർബോളിക്കുമായിട്ട് ഏകദേശം സെയിം ആണ്. പക്ഷെ കോസ് നിങ്ങൾ തെറ്റിക്കരുത്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ തന്നെയാണ്. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനകത്ത് ആ മൈനസിന്റെ അവിടെ വരുന്നില്ല കേട്ടോ. സോ അടുത്തത് ഇനി ആരെ കണ്ടുപിടിക്കണം? ഇനി വരെ നോക്കിയേ. കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ, കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ രണ്ടുപേരും ഈക്വൽ അല്ലയോ? ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിരിക്കണം. രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റും ആയിരിക്കണം. അപ്പം ആദ്യം ആരെ കണ്ടുപിടിക്കണം? ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ, വൈ വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്, സൈൻ എക്സിനെ മാറ്റി നിർത്തി. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്തുവാ? സൈൻ എച്ച് വൈ. അവിടെ കയറ്റി മൈനസ് ഇടരുത്. കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. കോസ് എച്ച് വൈ ആണെങ്കിൽ എന്താണ്? സൈൻ എച്ച് വൈ. ഇനി ആരെ കണ്ടുപിടിക്കണം? ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ്. വി നമ്മുടെ കയ്യിലുണ്ട്, എക്സ് വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇവിടെ മാത്രമല്ലേ എക്സ് ഉള്ളൂ, ഇവിടെ എക്സ് ഇല്ലല്ലോ, ആള് കോൺസ്റ്റന്റ് അല്ലേ, അയാൾ അതുപോലെ എഴുതി സൈൻ എച്ച് വൈ. ഇനി നിങ്ങൾ നോക്കിയാൽ സെയിം അല്ലയോ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ, സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ രണ്ടാളും സെയിം ആണ്, ഓപ്പോസിറ്റും ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ക്ലിയർ ആയോ? സോ അപ്പം കണ്ടീഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമ്മുടെ കോശി റൈമാന്റെ കാര്യം ഓക്കെ ആയി. കോശി റൈമാൻ സാറ്റിസ്ഫൈഡ് ആയി. സോ അപ്പൊ നമ്മൾ എടുത്തെഴുതണം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഡോ വി ബൈ ഡോ വൈ കിട്ടി. ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഡോ വി ബൈ ഡോ എക്സ് കിട്ടി. സോ കോശി റൈമാൻ ഇക്വേഷൻസ് ആണെന്ന് ചോദിച്ചാൽ അത്രയും സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കോശി റൈമാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ? കോശി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കോശി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, അത് നിങ്ങൾ എഴുതുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പ് എഴുതുമ്പോഴേ സംഭവം ക്ലിയർ ആകത്തുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ആയിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഫസ്റ്റിലത്തെ ആള് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കി രണ്ടുപേരും എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ്, അതായത് ചിലപ്പം അങ്ങനെ സംഭവിക്കാം. അതായത് ചിലപ്പോൾ ഫംഗ്ഷൻസ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻഡ് അല്ലാതെയും വരാം. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് 99% ചോദ്യവും അഥവാ പരീക്ഷയ്ക്ക് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ള 99% പ്രോബ്ലവും
ഈ കോശി റൈമാനും 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അനലൈറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് വരത്തുള്ളൂ. സോ അപ്പം ഫസ്റ്റത്തെ എന്താണ്, കോശി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്, ഓൾ ഫോർ 1 2 3 4 പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ട്. ആ 4 പാർഷ്യൽ ഡെറിവേറ്റീവുകളും എക്സിസ്റ്റ് ആയിരിക്കണം. 4 പേരും എക്സിസ്റ്റ് അല്ലേ? എല്ലായിടത്തും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ഫോംസോ അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളോ ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഓൾ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എക്സിസ്റ്റ്. ഓൾ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഞാൻ PD എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ആർ എന്താണ്, എക്സിസ്റ്റ്. എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എന്താവുന്നുണ്ട്, എക്സിസ്റ്റ് ആവുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എഴുതിക്കോണം. ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ആണ്, എല്ലാം കണ്ടിന്യൂസ് ആണ്. കാരണം ഇപ്പൊ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും ട്രിഗണോമെട്രി ഫംഗ്ഷൻസും ഒക്കെ അതിന്റെ ഡൊമൈനിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതിന്റെ പർട്ടിക്കുലർ ഡൊമൈൻ ഉണ്ടല്ലോ, ആ ഡൊമൈനിൽ അത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ് ബിക്കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദെയർ ഡൊമൈൻ. ഓക്കെ ആണല്ലോ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതണം. ആ 3 പോയിന്റ്സ് വിട്ടുപോരുത്. കോശി റൈമാൻ സാറ്റിസ്ഫൈഡ്, അപ്പോഴേ തന്നെ മാർക്കിന്റെ ഒരു നല്ല ശതമാനം അവിടെ വീണ് കഴിയും. പിന്നെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ആണ്, എല്ലാം കണ്ടിന്യൂസ് ആണ് എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. സോ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാൻ നമുക്ക് പറ്റത്തില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. മുമ്പത്തെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഓൾസോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഓഫ് ഫിക്സഡ് ആയിരുന്നു വന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എഫ് ഡാഷ് ഫിക്സഡ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഡാഷ് ഫിക്സഡിന്റെ ഫോർമുല ഇത്രയേ ഉള്ളൂ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫ് ഡാഷ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് ആവശ്യം വരും. എഫ് ഡാഷ് ഫിക്സഡിന്റെ ഇക്വേഷൻ എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണം. ഡോ യു ബൈ ഡോ എക്സും നമ്മൾ കോശി റൈമാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്നുണ്ട്. ഡോ വി ബൈ ഡോ എക്സും കോശി റൈമാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ചേർത്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ ഒരു അടുത്ത പാർട്ടായിട്ട് ചോദിക്കാം, ഓൾസോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ എബോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. സോ എഫ് ഓഫ് ഫിക്സഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ എഫ് ഡാഷ് ഫിക്സഡ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി കോശി റൈമാൻ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇനി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ എഫ് ഡാഷ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫ് ഡാഷ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്, കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ക്ലിയർ ആണല്ലോ. സോ എഫ് ഡാഷ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു കോസ്, ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്, കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് ആണ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഇത് ഏത് ഫോർമാറ്റാ, കോസ് എ കോസ് ബി മൈനസ്, ഇവിടെ ഇച്ചിരി കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച കാര്യം എന്തായിരുന്നു, കോസ് എച്ച് വൈ എന്ന് എനിക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, കോസ് ഐ വൈയെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ, സോറി കോസ് ഐ വൈയെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. കോസ് ഐ വൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കോസ് എച്ച് വൈ തന്നെയാണ്. നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഐ സൈൻ എച്ച് വൈ എന്തോ, ഐ സൈൻ എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഐ വൈ അല്ലെ. ഇത് നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പഠിച്ച കാര്യമാണ്. കോസ് എച്ച് വൈ കോസ് ഐ വൈ ആണ്, ഐ സൈൻ എച്ച് വൈ സൈൻ ഐ വൈ ആണ്. നമ്മൾ റൈറ്റ് സൈഡിൽ തുടക്കത്തിൽ എഴുതി കാണിച്ച കാര്യമാണ്. ഇത് രണ്ടുപേരെ നമ്മൾ തിരിച്ചിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസ് ഈക്വൽ ടു, സോ എഫ് ഡാഷ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആരാ, കോസ് ഐ വൈ അല്ലെ, കോസ് ഐ വൈ മൈനസ് ഈ ഐയും സൈൻ എച്ച് വൈയും കൂടെ ആരാകും, ഐയും സൈൻ എച്ച് വൈയും കൂടെ ചേർന്ന് ആരാകും, സൈൻ ഐ വൈ. അപ്പം സൈൻ എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഐയും സൈൻ എച്ച് വൈയും കൂടെ ചേർന്ന് ആരാകും, ഐയും സൈൻ എച്ച് വൈയും കൂടെ ആരാകും, സൈൻ ഐ വൈ അല്ലെ, സൈൻ ഐ വൈ. ഇത് നിങ്ങളൊന്ന് വായിച്ചേ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഫോർമാറ്റ് അല്ലേ, കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി ആണെന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സൈൻ ഓഫ് എ പ്ലസ് ബി എന്തോ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. പക്ഷെ കോസ് ഓഫ് എ പ്ലസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ നടക്ക് എന്ത് വരും, മൈനസ്. കോസ് ഓഫ് എ പ്ലസ് ബി ആണ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്തോ, കോസ് ഓഫ് എ പ്ലസ് ബി. സോ എഫ് ഡാഷ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് എക്സ്, ബി എന്ന് പറയുന്നത് ഐ വൈ, എക്സ് പ്ലസ് ഐ വൈ. നോക്കിയേ, കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കറക്റ്റ് ഫോർമാറ്റ് അല്ലേ. ഫസ്റ്റിലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന രണ്ട് കാര്യങ്ങൾ, W is equal to U plus IV, X is equal to X plus IY അല്ലെ. W is equal to U plus IV, X is equal to X plus IY അല്ലെ. സോ X is equal to X plus IY. X plus IY തിരിച്ച് എന്തെന്ന് കൊടുക്കാൻ പറ്റും, X. സോ F dash X is equal to
കോസ് ഓഫ് എക്സ് പ്ലസ് ഐ വിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം ഇക്സഡ്. സോ ദിസ് ഈസ് ദ ഡെറിവേറ്റീവ്. അല്ലെ തന്നെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്തുവായിരുന്നു സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തോ കോസ് എക്സ്. സോ അപ്പൊ നമുക്ക് ഉത്തരം കോസ് എക്സ് കിട്ടണം എന്നറിയാം, പക്ഷെ ഇതിങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഹൈപ്പർബോളിക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറെ ലോജിക്കുകൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. കോശി റൈമാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഹൈപ്പർബോളിക്കിന്റെ 1-2 ഇക്വേഷൻസ് കിട്ടി. സോ ഇതെല്ലാം നോട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിച്ചോണം, നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ e raised to xz is analytic everywhere, also find its derivative. മുമ്പത്തെ പോലെ സെയിം കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വളരെയധികം സെലക്റ്റീവ് ആയിട്ടാണ് ഇതിന്റെ ഇപ്പൊ ഇടയ്ക്കലത്തേക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. നേരത്തെ ചോദിച്ചിട്ടുള്ളതൊക്കെ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കണ്ടിന്യൂറ്റിയുടെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. y = mx ലൊക്കെ നമ്മൾ ആ ലൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ചെയ്യണം, ഇപ്പൊ ഉടനെ വേണ്ട. സോ അപ്പൊ നമുക്ക് എല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് പോവാം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആദ്യമേ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാം. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ e raised to xz is analytic. അനലൈറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലോട് വരണം? കോശി റൈമാൻ ആയിരിക്കണം. കോശി റൈമാൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് കണ്ടിന്യൂസും ആയിരിക്കണം, എക്സിസ്റ്റും ആയിരിക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് കൂടെ എഴുതിയാൽ അപ്പൊ അത് കംപ്ലീറ്റ് ആവും. അപ്പൊ കോശി റൈമാൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്, വെരിഫൈ ചെയ്യാനുള്ളത് എന്താണ്? കോശി റൈമാൻ. സോ അപ്പം e raised to xz ആദ്യമേ നമ്മൾ എന്തെന്ന് പേര് കൊടുക്കണം? f of xz എന്ന് പേര് കൊടുക്കണം. f of xz is equal to എന്താണ്? e raised to xz. സോ ആദ്യമേ തന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു w is equal to എന്താണ്? f of xz is equal to u plus iv. ഫസ്റ്റിലെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് അല്ലേ? സോ അതായത് w എന്ന് പറയുന്നത് എന്താണ്? u plus iv ആണ്. xz എന്ന് പറയുന്നത് എന്താണ്? x plus iy. w is equal to u plus iv, xz എന്ന് പറയുന്നത് x plus iv. കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ഈ സെയിം സാധനം ചെയ്തതാണ്. സോ f of xz എന്ന് പറയുന്നത് എന്താണ്? f of xz എന്ന് പറയുന്നത് എന്താണ്? w is equal to e raised to xz. w ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? u plus iv is equal to e raised to xz ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? x plus iy. So u plus iv is equal to a raised to m plus n. a raised to m plus n. അതിന് എനിക്ക് എഴുതാം a raised to m into a raised to n എന്ന് എഴുതാമല്ലോ അല്ലേ? a raised to m plus n എന്താണ്? a raised to m into a raised to n. So e raised to x plus iy. e raised to x into e raised to iy. സോ പോളാർ ഫോം കഴിഞ്ഞ് വേറെ സംഭവം ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോ അപ്പം അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് e raised to i theta is equal to cos theta plus i sin theta. ശ്രദ്ധിക്കണം, എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. e raised to i theta എന്താണ്? cos theta plus i sin theta. ഇപ്പൊ തീറ്റ മാറ്റി y ആക്കിയാൽ എന്ത് വരും? e raised to iy is equal to cos y plus i sin y. e raised to iy is equal to cos y plus i sin y. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല പല സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് e raised to i theta is equal to cos theta plus i sin theta. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ u plus iv is equal to e raised to x into e raised to iy ക്ക് പകരം നമ്മൾ ഇനി ആരെ കൊടുക്കണം? cos y plus i sin y. ഇനി ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? u plus iv is equal to e raised to x into cos y plus i into e raised to x into sin y. e raised to x രണ്ട് ടേമിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകളെയും ഇമാജിനറി പാർട്ടുകളെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? u എന്ന് പറയുന്നത് e raised to x cos y, i യുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള v എന്ന് പറയുന്നത് എന്ത് വരും? e raised to x sin y. സോ u is equal to e raised to x cos y and v is equal to എന്താണ്? e raised to x sin y. സോ അപ്പോൾ നമുക്ക് യും കിട്ടി, വിയും കിട്ടി. യും വിയും കിട്ടിയോ ഉടനെ നമ്മൾ ആരെ വെരിഫൈ ചെയ്യണം? കോശി റൈമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. സോ കോശി റൈമാൻ ഞാൻ സൈഡിലോട്ട് ചെയ്യാണ്. u എന്ന് പറയുന്നത് എന്താണ്? e raised to x into, സോ u is equal to e raised to x into cos y. v എന്ന് പറയുന്നത് എന്താ? v e raised to x into sin y. v is equal to e raised to x into sin y. നമുക്ക് കോശി റൈമാൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ ആദ്യമേ ഫസ്റ്റ് ആരെ കണ്ടുപിടിക്കണം? ഞാൻ സൈഡിലോട്ട് നമ്മുടെ കോശി റൈമാൻ ഇക്വേഷൻ ഒന്ന് എഴുതിയിടാം. ഡോ u ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ux equal to vy uy. So dou u by dou y is equal to minus dou v by dou x. So ഇതാണ് നമ്മുടെ കോശി റൈമാൻ ഇക്വേഷൻ. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ അനലൈറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഡോ u by dou x. u നമ്മുടെ കയ്യിലുണ്ട്. ഡോ u by dou x എന്ന് പറഞ്ഞാൽ എന്താണ്? u നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡോ u by dou x is equal to cos y കോൺസ്റ്റന്റ്, കാരണം അതിനകത്ത് x ഇല്ല. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെ? e raised to x തന്നെ. ബാക്കി ആരാണ്? cos y. സോ ഇനി ആരെ കണ്ടുപിടിക്കണം? ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു e raised to x കോൺസ്റ്റന്റ് ആണ്, അതിനകത്ത് y ഇല്ല, കാരണം ഇവിടെ y വെച്ചല്ലേ ചെയ്യുന്നത്. സൈൻ ബൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? cos y. e raised to x cos y, e raised to x cos y രണ്ടും സെയിം ആയിട്ട് വന്നല്ലോ. ക്ലിയർ ആയോ?
ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കണം? ഡോ യു ബൈ ഡോ വൈ. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അവിടെ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ്, കോസ് വൈ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ വൈ അല്ലെ? മൈനസ് ഞാൻ ആദ്യം ഇട്ടു, സൈൻ വൈ രണ്ടാമത് എഴുതി. ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കണം? ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ്. സോ നമ്മൾ ഇനി ആരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എക്സ് വെച്ച്. സോ അപ്പോൾ ഇ റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ അതേപോലെ തന്നെ നോക്കി എഴുതി. ഇനി നിങ്ങൾ നോക്കിയേ, ഇ റൈസ് ടു എക്സ് സൈൻ വൈ, ഇ റൈസ് ടു എക്സ് സൈൻ വൈ രണ്ടാളും ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റും അല്ലേ? ഒരു മൈനസ് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ഒരു മൈനസ് ഇവിടെ കിടപ്പില്ലേ? അപ്പൊ രണ്ടാളും ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. സാറ്റിസ്ഫൈഡ് ആയല്ലോ? ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. സോ മറ്റേ മുകളിലത്തെ ഈക്വലും ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സിന്റെ മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. മൈനസ് ഇടാൻ വിട്ടുപോകരുത്. മൈനസ് നമുക്ക് ഇപ്പുറത്തോ അപ്പുറത്തോ എവിടെ വേണമെങ്കിലും ഇടാം, ഒരുപോലെ ഉള്ളൂ. സോ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയി. ഇംപ്ലൈസ് കോഷി റൈമാൻ ഇക്വേഷൻ, കോഷി റൈമാൻ ഇക്വേഷൻസ് എന്തായി? സാറ്റിസ്ഫൈഡ്. കോഷി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയി. ഇത്ര എഴുതിയിട്ട് നിർത്തരുത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതിക്കോണം? കോഷി റൈമാൻ സാറ്റിസ്ഫൈഡ് ആയി. ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എക്സിസ്റ്റ്, ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ്. അത്ര എഴുതുമ്പോഴത്തേക്കിനും നമുക്ക് അതിന്റെ ഒരു അനലൈറ്റിക് എന്ന് പറയുന്നതിന്റെ ആൻസർ കംപ്ലീറ്റ് ആവും. അതിനുശേഷം എന്ത് പറയുന്നുണ്ട്? ഓൾസോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്ത എന്തിലോട്ട് പോകാം? ഡെറിവേറ്റീവിലോട്ട് പോകാം. ഫോർമുല എല്ലാം നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം ഫോർമുല തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. സോ അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ എക്സും വേണം, ഡോ വി ബൈ ഡോ എക്സും വേണം. കോഷി റൈമാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച കാര്യമാണ് ഇത് രണ്ടുപേരും. സോ ഇവർ രണ്ടുപേരും ഒന്ന് കൊടുത്താൽ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ആരാണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് ടൈമിൽ നിന്ന് ആരെ പുറത്തെടുക്കാം? ഇ റൈസ് ടു എക്സ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ട് ടൈമിൽ നിന്ന് നമുക്ക് ഇ റൈസ് ടു എക്സ് പുറത്തെടുത്താൽ ബാക്കി ആര് വരും? കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു സൈൻ വൈ. ഇതാരാ? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇ റൈസ് ടു ഐ വൈ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ഒരു ഫോർമുല പഠിച്ചില്ലേ? ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. തീറ്റ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇ റൈസ് ടു ഐ വൈ ഇസ് ഈക്വൽ ടു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. സോ അപ്പം കോസ് വൈ പ്ലസ് ഐ സൈൻ വൈക്ക് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇ റൈസ് ടു ഐ വൈ. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇതിന് പകരം ആരെ കൊടുക്കാം? ഇ റൈസ് ടു ഐ വൈ. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ, ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ. ഫസ്റ്റിലെ പഠിച്ച ഇക്വേഷൻ ഇക്സഡിന്റെ ഇക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വൈ, ഐ വി. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി, ഇക്സഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ്. സോ എക്സ് പ്ലസ് ഐ വൈക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? ഇക്സഡ്. സോ എഫ് ഡാഷ് ഇക്സഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈക്ക് പകരം നമുക്ക് ഇനി ആരെ കൊടുക്കാം? ഇക്സഡ്. സോ നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇ റൈസ് ടു ഇക്സഡ് അല്ലായിരുന്നോ? ഇ റൈസ് ടു ഇക്സഡ് അല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇ റൈസ് ടു ഇക്സഡിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് അറിയായിരുന്നു? ഇ റൈസ് ടു ഇക്സഡ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് അറിയായിരുന്നു? കോസ് എക്സ്. സോ അപ്പം ഇതുപോലാണ് അനലൈറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് ഹാർമോണിക് ഉണ്ട്, കുറച്ച് ലിമിറ്റിന്റെ ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണിത്. വീഡിയോയുടെ ലെങ്ത് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല. സോ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്രമാത്രം ലെങ്ത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റും എന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, കാരണം കൂടുതൽ പിള്ളേർക്ക് പ്രയോജനപ്പെടുമായിരിക്കും. സോ സൈനിങ് ഔട്ട്.